കേട്ടോ പറഞ്ഞോ. ഞാൻ ഇന്നിപ്പോഴേ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ചില കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതില് മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ഇതില് 2 ട്യൂട്ടോറിയൽ 5 പിന്നെ ട്യൂട്ടോറിയൽ 5 ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ട്യൂട്ടോറിയൽ വെൽഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേയേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പിന്നെ നോക്കണം. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാത്തിനും എന്ന് പറയുമ്പോൾ അത് പിന്നെ നമ്മുടെ സീരീസ് സിസ്റ്റം, അതുപോലെ തന്നെ സീരീസ് സിസ്റ്റം മുമ്പ് ഇനി സീരീസ് സിസ്റ്റം കഴിഞ്ഞിട്ട് വരുന്ന എക്സാമിനും അത് യൂസ്ഫുൾ ആയിരിക്കും. അന്നേരം അതുകൊണ്ട് നിങ്ങൾ അത് ഒരു ഉപേക്ഷയും വിചാരിക്കാതെ അത് മൊത്തം സാധനങ്ങളും നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കും. എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും തന്നിട്ടുണ്ട്. ആ സ്റ്റഡി മെറ്റീരിയൽസ് വെച്ചിട്ട് അതിനെ നമ്മൾ തന്നിരിക്കുന്ന അതുപോലെ തന്നെ അത് പഠിക്കണം. ക്വസ്റ്റ്യൻസ് എല്ലാം അതിനകത്തുണ്ട്. ഇത് കണക്കുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും പിന്നെ സീരീസ് സിസ്റ്റം പിന്നെ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷനും ചോദിക്കും. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ പിന്നെ ക്ലാസ് തുടങ്ങുന്ന എന്താന്നൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ അല്ലേ? അറിഞ്ഞില്ലേ? അറിഞ്ഞോ ഇല്ലയോ? അറിഞ്ഞു. അന്നേരം ക്ലാസ് തുടങ്ങുന്ന എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അറിഞ്ഞു. അന്നേരം നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് നമുക്ക് 21-ാം തീയതിയാണ്. 21-ാം തീയതി ഓൺലി 21st we will be having offline classes. Second series is start ചെയ്യും. Will be from 22nd to 26. നിങ്ങൾക്ക് അറിയാം. അന്നേരം എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ ഓഫ്ലൈൻ ആയിട്ട് വലുതായിട്ട് ക്ലാസ് നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓഫ്ലൈൻ ആയിട്ട് ഇനി വലുതായിട്ട് ക്ലാസ് ഒന്നുമില്ല. അന്നേരം ഓഫ്ലൈൻ ക്ലാസ് വലുതായിട്ടില്ല. അതുകൊണ്ട് അതിനകത്ത് ഇനി നമ്മൾ വേറെ കാര്യങ്ങളൊന്നും നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി പഠിച്ചോണം. പഠിക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മൾ തന്നിട്ടുണ്ട്. ആ മെറ്റീരിയൽസ് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഇനിയിപ്പം ഞാൻ അടുത്ത ആഴ്ച തൊട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇനി ഇതിനകത്ത് നമ്മൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനി നോക്കാനില്ല ഇൻ ദ സെൻസ് പിന്നെ നമ്മൾ നോക്കാനില്ല എന്ന് പറയുന്നത് ഇപ്പം ആദ്യത്തെ 5 മോഡ്യൂളാണ് അല്ല 4-5 മോഡ്യൂൾ അല്ലേ? അല്ല 3-4 മോഡ്യൂൾ 3-4 മോഡ്യൂളാണ് നമുക്ക് പിന്നെ എന്തിന് ചോദിക്കുന്നത്, നമ്മുടെ സീരീസ് സെഷന് ചോദിക്കുന്നത്. മനസ്സിലായോ? അന്നേരം 3-4 മോഡ്യൂളാണ് സീരീസ് സെഷന് ചോദിക്കുന്നത്. അതറിയാമല്ലേ? അന്നേരം 3-4 മോഡ്യൂൾ സീരീസ് സെഷന് ചോദിക്കുന്നതുകൊണ്ട് ആ മോഡ്യൂൾസ് ആണ് ഇപ്പം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ സാധനങ്ങൾ എത്രയും പെട്ടെന്ന് പഠിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അതല്ലാതെ ഇനി നമ്മുടെ മുമ്പിൽ വേറെ ഒരു മാർഗവും ഇല്ല. ഞാൻ ഇതിനകത്ത് ട്യൂട്ടോറിയലായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ തന്നിട്ടുണ്ട്. ആ ട്യൂട്ടോറിയൽസ് എല്ലാം നോക്കണം. ഒരു ലേറ്റസ്റ്റ് ട്യൂട്ടോറിയൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? നിങ്ങളുടെ ഇത് വെച്ചൊന്ന് നോക്കേ. ഞാൻ നമ്മുടെ മാനുഫാക്ചറിങ് ഗ്രൂപ്പിൽ തന്നിട്ടുണ്ടോ നോക്കട്ടെ. അതുകൂടെ അപ്പം ഷെയർ ചെയ്ത് തരാം. കട്ടിങ് കണ്ടീഷൻസ് അല്ല, ട്യൂട്ടോറിയൽ അതൊക്കെ തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ടൂൾ ലൈഫ് കട്ടിംഗ് ഫോഴ്സിന്റെയും തന്നു.
ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ടൂൾ ലൈഫ് കട്ടിംഗ് ഫോഴ്സിൻ്റെ ആ പ്രോബ്ലംസ് എല്ലാം നോക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതെല്ലാം നോക്കണം. ഇനി നമുക്ക് ഇതൊന്നും നോക്കിക്കൊണ്ടിരിക്കാനുള്ള വേറെ ആ മൊഡ്യൂൾ 4ഉം 5ഉം ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആ 4ഉം 5ഉം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചോണം. എന്നിട്ട് 3ഉം 4ഉം ഞാൻ 3ഉം 4ഉം പേര് തെറ്റിപ്പോയി. 3ഉം 4ഉം അഞ്ചാമത്തെ മോഡ്യൂളില് ആസ് ഓൺ ടുഡേ ഡിസിഷൻ അനുസരിച്ച് സീരീസ് സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അതിനകത്ത് നമ്മൾ ഓൾറെഡി അഡിറ്റീവ് മാനുഫാക്ചറിങ്ങും പിന്നെ പൗഡർ മെറ്റലർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു പൗഡർ മെറ്റലർജി പ്രോസസ്സ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഞാൻ അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അത് നമ്മളെല്ലാവരും നോക്കിയായിരുന്നു. നമ്മളതെല്ലാം പിന്നെ എന്താണ് പൗഡർ മെറ്റലർജി എന്ന് നമുക്കറിയാം. പൗഡർ മെറ്റലർജി എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? പൗഡർ മെറ്റലർജി ഞാൻ നമ്പർ വിളിക്കണോ? വാട്ട് ആർ ദ ഡിഫറെന്റ് പ്രോസസ്? ആദ്യം പൗഡർ മെറ്റലർജി എന്തോന്നൊന്ന് പറഞ്ഞാൽ മതി. ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. അവിടെ നമ്മൾ മെറ്റൽ പൗഡേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ അല്ലെങ്കിൽ നോൺ മെറ്റൽസിൻ്റെ മിക്സ്ചർ ഉപയോഗിച്ച് നമ്മൾ കമ്പോണൻസ് ഉണ്ടാക്കുന്നു, ഫോമിങ്ങും സിൻറ്ററിങ്ങും വഴി. ഓക്കെ. അന്നേരം നമ്മൾ പൗഡർ മെറ്റലർജി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും പിന്നെ മെറ്റൽ വേണം. മെറ്റൽ നമ്മൾ പൗഡർ ആക്കും. പൗഡറിനെ നമ്മൾ അതിനെ പിന്നെ കോമ്പാക്ട് ചെയ്ത് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അതാ പൗഡർ മെറ്റലർജി. ചപ്പാത്തി ഈസ് എ പ്രോഡക്റ്റ് ഓഫ് പൗഡർ മെറ്റലർജി. ഇവിടെ നമ്മൾ മാവെടുക്കും. മാവ് ആദ്യം വേണം, മനസ്സിലായോ? എന്നിട്ട് ഗോതമ്പിൽ നിന്ന് മാവ് ഉണ്ടാക്കും. സിമിലർലി ഒരു മെറ്റൽ വേണം. മെറ്റലും നോൺ മെറ്റലും ആണെങ്കിൽ മെറ്റലും നോൺ മെറ്റലും. അതിൻ്റെ പൗഡർ എടുക്കും. ഇപ്പൊ നമ്മള് പിന്നെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചാൽ കുഴയ്ക്കുന്നത്. അന്നേരം നമ്മള് ഇനി ആ പ്രോസസ്സ് തന്നെയാണ് പൗഡർ മെറ്റലർജി എന്ന് പറയുന്നത്. അന്നേരം പിന്നെ ആൽബിൻ ജോൺ ഈ പൗഡർ മെറ്റലർജിയിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ് എന്തൊക്കെയാന്ന് പറഞ്ഞത്? എന്തൊക്കെ പ്രോസസ് അതിനകത്ത് വരുന്നത്? blending, compacting, സിൻഡറിങ്. അന്നേരം ഞാൻ അതിന്റെ ബ്ലെൻഡിങ്, യഥാർത്ഥത്തിൽ ബ്ലെൻഡിങ് ആൻഡ് മിക്സിങ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ചപ്പാത്തിക്ക് മാവ് ഒഴിക്കാൻ വെള്ളം ഒഴിച്ച് അതിനെ കുഴച്ചെടുക്കുക. അത് ബ്ലെൻഡിങ് ആൻഡ് മിക്സിങ്, മനസ്സിലായോ? പിന്നെ കോമ്പാക്ട് ചെയ്ത് നമ്മൾ സാധാരണ നമുക്ക് ഡൈയിൽ വെച്ച് വേണമെങ്കിൽ കോമ്പാക്ട് ചെയ്യാം. ഡൈ വെച്ച് കോമ്പാക്ട് ചെയ്യുന്നതിന് പകരം ഇപ്പം പിന്നെ ചപ്പാത്തി പ്രസ് ചെയ്ത് അത് ഒരു ഡൈ പോലെ അപ്പർ ഡൈയും ലോവർ ഡൈയും എന്ന് പറയുന്ന ഒരു ഡൈ പോലെ തന്നെ അതിനെ നമ്മൾ റിക്വയർഡ് ഷേപ്പിനകത്തോട്ട് മാറ്റും. എല്ലാം അതിനകത്തുണ്ട്. അത് കഴിഞ്ഞ റിക്വയർഡ് ഷേപ്പ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സിൻഡറിങ്. അന്നേരം സിൻഡറിങ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സിൻഡറിങ് എന്തിനാ? ചൂടാക്കി അത് കൂടുതൽ പിന്നെ ആ പ്രോഡക്റ്റിലേക്ക് എത്തുക ചെയ്യുന്നത്. ചപ്പാത്തി അതുപോലെ തന്നെ, മനസ്സിലായോ? ചൂടാക്കുമ്പം അത് അതിന്റെ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തും. അത് തന്നെ സംഭവം. അന്നേരം ഇത് ഓർത്താൽ മാത്രം നമുക്ക് പൗഡർ മെറ്റലർജി എന്താന്ന് എഴുതാം. ഇനി ഇതിനകത്ത് പിന്നെ ചോദിക്കാൻ സാധ്യത പൗഡർ മെത്തേഡുകളുണ്ട്, മനസ്സിലായി? മാനുഫാക്ചറിങ് ഓഫ് പൗഡർ ഏതൊക്കെ മെത്തേഡുകളുണ്ട്? ഇനി മിക്സിങ്ങും ബ്ലെൻഡിങ്ങിനും ഉള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണ്? സിൻഡറിങ്, കോമ്പാക്ടിങ്ങിന് എന്തൊക്കെയാണ് മെത്തേഡുകളുള്ളത്? സിൻഡറിങ്ങിന് എന്താണ് മെത്തേഡുകൾ? അന്നേരം അത് ആണ് പിന്നെ അതിന്റെ ബാക്കിയുള്ള സ്ലൈഡുകളിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാണോന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായി? പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നതെല്ലാം പൗഡർ മെറ്റലർജിയുടെ അടുത്ത സാധനങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നതെല്ലാം അതിന് ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്.
മനസ്സിലായി. അന്നേരം അത് നിങ്ങൾ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ ആ ഇത് നോക്കിയാൽ നമുക്ക് അതിന്റെ ഡിഫറെന്റ് മെത്തേഡുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ അതിന്റെ പിന്നെ എന്താ പറയുക, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ആ പ്രോസസ്സുകൾ ഓരോന്നായിട്ട് പഠിക്കുക. എങ്ങനെ ആ പൗഡർ ഉണ്ടാക്കുന്നത്, എങ്ങനെ ഇത് സിൻഡർ ചെയ്യുക, എങ്ങനെ കോമ്പാക്ട് ചെയ്യുക എന്നുള്ള പഠനമാണ് പിന്നെ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം. അന്നേരം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം പല രീതിയിൽ ഇതിനെ നമുക്ക് ചോദിക്കാൻ പറ്റും. എങ്ങനെ ചോദിക്കാന്ന് പറഞ്ഞാൽ, ഒന്നിൽ വാട്ട് ഈസ് പൗഡർ മെറ്റലർജി എന്നും പറഞ്ഞ് നമുക്ക് ചോദിക്കാം. പിന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്തുവാ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പൗഡർ മെറ്റലർജി പ്രോസസ്, PMന്റെ പൗഡർ മെറ്റലർജി പ്രോസസ്സിന്റെ അഡ്വാൻറ്റേജ്. എന്നിട്ട് പ്രോസസ് ഓഫ് പൗഡർ മെറ്റലർജിയാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത്. നമ്മളിപ്പോൾ ചപ്പാത്തി എടുത്താൽ പൗഡർ പ്രൊഡ്യൂസ് ചെയ്യും, മിക്സ് ചെയ്യും, ബ്ലെൻഡ് ചെയ്യും, കോമ്പാക്ട് ചെയ്യും, സിൻഡർ ചെയ്യും, പിന്നെ ഫിനിഷിംഗ് ഓപ്പറേഷൻ ചെയ്യും, പിന്നെ ഫിനിഷ്ഡ് കമ്പോണന്റ് ആവും. അത് ആണ് പറയുന്നത്. ഇനി അതിനകത്ത് നമ്മൾ ഞാൻ അയച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നോക്കുമ്പോൾ പിന്നെ അവർ പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പൗഡർ എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ തന്നെ എടുത്ത് ഞാൻ അയച്ചു തന്നിട്ടുള്ള സാധനം നോക്കിയാൽ മതി. ഇതിപ്പം എടുത്ത് പ്രസന്റ് ചെയ്തിട്ടൊന്നും വലിയ കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അന്നേരം പിന്നെ നമ്മൾ പറയുന്നത് പൗഡറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ക്വസ്റ്റ്യൻ വളരെ ഇച്ചിരി ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൗഡർ എന്ന് ചോദിക്കാം. അന്നേരം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പൗഡർ എന്ന് ചോദിച്ചാൽ അതിനകത്ത് 6 പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാലും മനസ്സിലാവും. ഒന്ന് സർഫസ് ഏരിയ ഡെൻസിറ്റി, ഫ്ലോ റേറ്റ്, ഗ്രീൻ സ്ട്രെങ്ത്, ഗ്രീൻ സ്പ്രിങ്, കംപ്രസിബിലിറ്റി ആൻഡ് കംപ്രഷൻ റേഷ്യോ. അന്നേരം വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. 2, 3, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ഫുൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 8 മാർക്കിന്റെ. അന്നേരം വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. വാട്ട് ഈസ് പൗഡർ മെറ്റലർജി ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽ പൗഡർ ചോദിക്കാം. ഇതൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പഠിക്കണമെന്ന് പറയുക. പൗഡർ മെറ്റലർജി ഇപ്പൊ എന്താ നമുക്കറിയാം. ആദ്യം പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അർത്ഥം. ഓക്കെ, അത് നിങ്ങൾ നോക്കണം. അന്നേരം അതിന് ഞാൻ അയച്ചു തന്നിരിക്കുന്ന സ്ലൈഡിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ബ്ലെൻഡിങ് ആൻഡ് മിക്സിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അന്നേരം ബ്ലെൻഡിങ് ആൻഡ് മിക്സിംഗ് എന്താന്ന് നമുക്കറിയാം. ഡിഫറെന്റ് പൗഡേഴ്സ് ഓഫ് സെയിം കോമ്പോസിഷൻ, അതിനെ നമ്മൾ എന്താ പറയുന്നത്, ഡിഫറെന്റ് പൗഡേഴ്സ് ഓഫ് സെയിം കോമ്പോസിഷൻ, വേരിയസ് ഗ്രേഡ്സ് ഓഫ് ദി സെയിം പൗഡേഴ്സ്. പിന്നെ മിക്സിംഗ് പൗഡേഴ്സ് ഓഫ് മോർ ദാൻ വൺ മെറ്റീരിയൽ, അതാണ് മിക്സിംഗ് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത്. ബ്ലെൻഡിങ് ആൻഡ് മിക്സിംഗ്. കൺവെൻഷണൽ പൗഡർ മെറ്റലർജി പാർട്ട് മേക്കിംഗ് സീക്വൻസ് കൺസിസ്റ്റ് ഓഫ് ബ്ലെൻഡിങ്, പിന്നെ കോമ്പാക്ഷൻ, സിൻഡറിങ്. അന്നേരം ബ്ലെൻഡിങ്ങിന്റെ ഒരു ഫിഗറൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവിടെ കണ്ടു. അത് ഇപ്പോഴും നിങ്ങളുടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അതിനെ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എന്നിട്ട് എടുത്ത് ഡൈലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഡൈലോട്ട് നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് കോമ്പാക്ടിങ്. അടുത്ത പ്രോസസ്സ് കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രസ്സിംഗ് ആണ്. പ്രസ്സിംഗ്. പിന്നെ കൺവെൻഷണൽ കോമ്പാക്ഷൻ മെത്തേഡ് ഈസ് പ്രസ്സിംഗ്. അതിന് പ്രസ് ചെയ്യുന്നതിന് ഡിഫറെന്റ് സാധനങ്ങളുണ്ട്. പറഞ്ഞാൽ കോമ്പാക്ട് ചെയ്യുന്നതിന് ഡിഫറെന്റ് പ്രോസസ്സുകളുണ്ട്. അതിനകത്താണ് ഐസോസ്റ്റാറ്റിക് പ്രസ്സിംഗ് എന്ന് പറയുന്നത്. അതിന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് എക്സ്പ്ലെയിൻ ഐസോസ്റ്റാറ്റിക് പ്രസ്സിംഗ് കോമ്പാക്ടിങ് ഇൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ് ചോദിക്കാം. മനസ്സിലായി? അന്നേരം ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ്ങിന് അവിടെ ഒരു ഫിഗർ എല്ലാം ഉണ്ട്. ആ ഫിഗർ വരയ്ക്കാൻ അതിനൊരു ചേംബർ ഉണ്ട്. ആ ചേംബറിനകത്ത് സോളിഡ് കോർ, പൗഡർ, അങ്ങനെ ഫ്ലെക്സിബിൾ വാള്, അങ്ങനെ അതെല്ലാം ഉണ്ട്. അതിന് ആ ഫിഗർ വരയ്ക്കണം. അതിന്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അന്നേരം കോംപ്ലക്സ് ഷേപ്പ് ഒക്കെ നമുക്ക് അത് വെച്ചിട്ട് ഐസോസ്റ്റാറ്റിക് പ്രസ്സിംഗ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് അതിന്റെ അടുത്ത പ്രോസസ്സ് പറയുന്നത് ഹൂഡ് പ്രസ്സിംഗ്.
ഹോട്ട് പ്രസ്സിങ് എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. ഹോട്ട് പ്രസ്സിങ്ങിനകത്ത് വേറെ പ്രത്യേകിച്ച് ഫിഗറൊന്നുമില്ല. അടുത്തത് ഹോട്ട് ഐസോസ്റ്റാറ്റിക് പ്രസ്സിംഗ് ആണ്. ഹോട്ട് ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ്ങിന്റെ വിശദമായിട്ടുള്ള പിന്നെ ഹോട്ട് ഐസോസ്റ്റാറ്റിക് പ്രസ്സിങ്ങിന്റെ വിശദമായിട്ടുള്ള ഫിഗർ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിന്റെ ഫിഗർ എല്ലാം വരയ്ക്കണം. ഫിഗർ വരച്ചിട്ട് ആ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതെല്ലാം എന്തിലാ വരുന്നത്? കോമ്പാക്ടിങ്ങിലാണ് വരുന്നത്. ഇത് മൂന്നും ഈ പ്രോസസ് എല്ലാം വരുന്നത് കോമ്പാക്ടിങ്ങിലാണ്. എങ്ങനെയാണ് കോമ്പാക്ടിങ് അക്കംപ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അതാണ് അതിനകത്ത് ഉള്ള സാധനം. ഇനി അന്നേരം നമ്മൾ ആദ്യമേ പറഞ്ഞു പൗഡർ എങ്ങനെ ഉണ്ടാക്കും, പൗഡറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ, പിന്നെ കോമ്പാക്ട് എങ്ങനെ ചെയ്യും, കോമ്പാക്ട് ചെയ്യുന്നതിന് എന്തൊക്കെ മെത്തേഡുകളുണ്ട്. ഇതാണ് ഇതിന്റെ വിശദമായിട്ടുള്ള പിന്നെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ. അന്നേരം ഇതിനകത്ത് ഇപ്പം പിന്നെ ഐസോസ്റ്റാറ്റിക് പ്രസ്സിംഗ് എന്ന് ഹോട്ട് പ്രസ്സിംഗ് എന്താന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, മനസ്സിലായി. അന്നേരം അതിന് നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം. അതിന്റെ ഫിഗറൊക്കെ വരച്ച്. പിന്നെ ഉള്ളത് സിൻഡറിങ്. അന്നേരം ഒരു സിൻഡറിങ് സീക്വൻസ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. സിൻഡറിങ് സീക്വൻസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആദ്യം എന്ത് പറ്റും, പിന്നെ കൂടുതൽ പ്രസ് ചെയ്യുമ്പം അത് ചൂടാക്കുമ്പം എന്താ സംഭവിക്കുക എന്നുള്ള കാര്യമുള്ള സീക്വൻസ് എല്ലാം നമ്മൾ ഗ്രെയിൻ ബൗണ്ടറി ഡെവലപ്പ് ചെയ്ത് പാർട്ടിക്കിളിനെ ഇൻബിറ്റ്വീൻ പാർട്ടിക്കിൾസിലെ നെക്ഡ് റീജിയനിൽ ഗ്രെയിൻ ബൗണ്ടറി ഒക്കെ പിന്നെ ഉണ്ടാവുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ സിൻഡറിങ്, സ്കിമാറ്റിക് പാർട്ടിക്കിൾസ് സിൻഡറിങ്ങിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ട്. അന്നേരം അതും കൂടെ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഈ പൗഡർ മെറ്റലർജി എന്നുള്ള പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അതിനകത്ത് കുറെ സർഫസ് എനർജിയും ആ സ്ലൈഡുകളിൽ പിന്നെ സർഫസ് എനർജി പോലുള്ള കുറെ കാര്യങ്ങൾ അതൊന്നും പഠിക്കണ്ട. അന്നേരം പൗഡർ മെറ്റലർജിയിൽ പഠിക്കേണ്ടുന്നത് എന്താണെന്ന് പിന്നെ ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുക. പൗഡർ മെറ്റലർജി എന്താണെന്ന് പഠിക്കണം. അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും വേണം. ചിലപ്പോൾ ഞാൻ അയച്ചു തന്ന ക്വസ്റ്റ്യൻസിനകത്ത് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. അതൊക്കെ ഉണ്ട്. പിന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിക്കണം. പിന്നെ കോമ്പാക്ടിങ് ഡിഫറെന്റ് പ്രോസസ് ഏതാണെന്ന് നോക്കണം. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്, മിക്സിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്, സിൻഡറിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്. ഇത്രയും പഠിച്ചാൽ പൗഡർ മെറ്റലർജി എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ഇനി ഇതല്ലാതെ 6th മോഡ്യൂളിൽ നമ്മൾ പഠിച്ചെന്തുവായിരുന്നു? ഇതല്ലാതെ 6th മോഡ്യൂളിൽ നമ്മൾ എന്തോ പഠിച്ചു? അഡിറ്റീവ് മാനുഫാക്ചറിങ്. വെരി ഗുഡ്. അഡിറ്റീവ് മാനുഫാക്ചറിങ്ങിന്റെ നമ്മൾ പിന്നെ അതിനകത്ത് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്താണ്, 3D പ്രിന്റിംഗ് എന്താണ്, പിന്നെ 3D പ്രിന്റിംഗ്, പിന്നെ ഫ്യൂസ്ഡ് ഡിപ്പോസിഷൻ മോഡലിംഗ്, FDM, ഇത്രയും സാധനങ്ങൾ നമ്മൾ അഡിറ്റീവ് മാനുഫാക്ചറിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അഡിറ്റീവ് മാനുഫാക്ചറിങ്ങിൽ ഞാൻ ഇന്നിപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്ന അതിനകത്ത് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ ഉണ്ട്. അതും ആ മോഡ്യൂളിനകത്ത് തന്നെ ഉള്ളതാണ്. അതും നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഈ മോഡ്യൂൾ ഇന്നിപ്പോൾ ഞാൻ അങ്ങോട്ട് ഇട്ട് തന്ന അതിനകത്ത് ഉള്ളത്. അതിൻ്റെ ആദ്യത്തെ സാധനങ്ങൾ നമ്മുടെ കയ്യിലുള്ള അത് തന്നെയാണ്. പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള 3D പ്രിന്റിംഗ് ഒക്കെ അതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്നു, FDM അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ഇല്ലാത്തത് ഇപ്പം ഞാൻ അയച്ചതിനകത്ത് പുതുതായിട്ടുണ്ടായിരുന്നു. അത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ കേട്ടാൽ മതി. ലാമിനേറ്റഡ് ഓബ്ജക്ട് മാനുഫാക്ചറിങ്, LOM, ലാമിനേറ്റഡ് ഓബ്ജക്ട് മാനുഫാക്ചറിങ്. അതിന്റെ ഫിഗർ എല്ലാം അതിനകത്തുണ്ട്. LOM, ലാമിനേറ്റഡ് ഓബ്ജക്ട് മാനുഫാക്ചറിങ്. പിന്നെ ലേസർ സിൻഡറിങ് നെറ്റ് ഷേപ്പിംഗ്, ലേസർ എനർജി നെറ്റ് ഷേപ്പിംഗ്. പിന്നെ ഉള്ളത് ലേസർ ബീം വെൽഡിംഗ്, LBW, ആൻഡ് ലിഗ പ്രോസസ്. ഇത്രയും സാധനങ്ങളുടെയാണ് പിന്നെ അതിനകത്തുള്ള. അത് നമ്മൾ അഡിറ്റീവ് മാനുഫാക്ചറിങ് അതിന്റെ 5.1 ആയിട്ട് വരുന്ന ആ മോഡ്യൂളിൽ 5.1 എന്ന് പറയുന്നത് അഡിറ്റീവ് മാനുഫാക്ചറിങ് ആണ്.
5.2 എന്ന് പറയുന്ന പൗഡർ മെറ്റലർജിയാണ്. 5.3 ആയിട്ട് വരുന്ന സാധനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായി? പിന്നെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ അതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഉണ്ടായിരുന്നു ഇല്ല തോന്നുന്നു അല്ലേ? ഇല്ല, പിന്നെ വീഡിയോ ഇല്ല. പക്ഷെ ഞാൻ ഈ പിന്നെ തന്നിരിക്കുന്ന അത്ര സാധനങ്ങളാണുള്ളത്. അന്നേരം മോഡ്യൂൾ 6-ൻ്റെയും എല്ലാ പിന്നെ മെറ്റീരിയൽസും നമ്മൾ തന്നിട്ടുണ്ട്. അന്നേരം മെറ്റീരിയൽസ് മിക്കവാറും എല്ലാ മെറ്റീരിയൽസും അന്നേരം ഇപ്പം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞതിനർത്ഥം. മനസ്സിലായി? അപ്പം ഞാൻ ഈ പറഞ്ഞതിനർത്ഥം അതാണ്. അന്നേരം അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ കാര്യങ്ങൾ എന്താന്ന് നോക്കി ഇത് മൊത്തത്തിൽ പഠിക്കാനായിട്ട് എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ മെറ്റീരിയൽസും മോഡ്യൂൾ 3 ആവശ്യത്തിലധികമുള്ള പ്രോബ്ലം തന്നിട്ടുണ്ട്. ട്യൂട്ടോറിയൽ 1, ട്യൂട്ടോറിയൽ 2, ട്യൂട്ടോറിയൽ 3, ട്യൂട്ടോറിയൽ 4 എല്ലാം തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് ഇതിനകത്ത് വേറെ ക്ലാസ് എടുപ്പൊന്നും ഇല്ല. ഇനി നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്തത് പിന്നെ വർക്ക് ചെയ്തത് മാത്രം കൊണ്ട് കാര്യമുള്ളൂ. നിങ്ങൾ അതുകൊണ്ട് ഇനി ചെയ്യേണ്ടുന്നത് മോഡ്യൂള് പിന്നെ ഞാൻ ടൂൾ ലൈഫ് കഴിഞ്ഞ ആഴ്ച ഞാൻ അയച്ച ടൂൾ ലൈഫിനോട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ട്. അത് ട്യൂട്ടോറിയലായിട്ടാണ് തന്നിരിക്കുന്നത്. ട്യൂട്ടോറിയൽ വിത്ത് ആൻസറാണ്. അന്നേരം ആ ട്യൂട്ടോറിയലിൽ ആദ്യം ചെയ്യേണ്ടുന്നത് ആ ട്യൂട്ടോറിയലിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എഴുതി ഇത് പിന്നെ അടുത്ത മൺഡേയിലെ ക്ലാസ്സിൽ ഇതെന്നെ കാണിക്കണം. ഇയാൾക്കൊക്കെ എന്തെങ്കിലും പ്രയോജനം വരുമെന്ന് കൂടെ ഇയാൾ കണ്ടോ? അന്നേരം ആ ട്യൂട്ടോറിയലാണ് മൺഡേയിൽ ഞാൻ ആദ്യം ചോദിക്കുക. ഞാൻ പറഞ്ഞേ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നിങ്ങൾ ഗ്രൂപ്പിൽ നോക്കിയാൽ, ഞാൻ ഗ്രൂപ്പിൽ നോക്കട്ടെ, ഞാൻ മാനുഫാക്ചറിങ്ങിൻ്റെ ഗ്രൂപ്പ് നോക്കട്ടെ. എൻ്റെ മാനുഫാക്ചറിങ് ടൂൾ ലൈഫ് ആൻഡ് കട്ടിംഗ് ഫോഴ്സ് ട്യൂട്ടോറിയൽ കേട്ടില്ലെന്ന് ആരും പറയരുത്. ടൂൾ ലൈഫ് പ്രോബ്ലംസ് 1, 2, 3. കട്ടിംഗ് ഫോഴ്സ് പ്രോബ്ലംസ് 1, 2. അങ്ങനെ അതിനകത്ത് ഉള്ള 1, 2, 3 പിന്നുള്ള കട്ടിംഗ് ഫോഴ്സ് പ്രോബ്ലംസ് 1, 2. ഇത്രയും സാധനം അടുത്ത ക്ലാസ്സിൽ എന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് എല്ലാവരുടെ നോട്ട്ബുക്ക് എന്നെ കാണിക്കണം. ഇതെനിക്ക് നോട്ട്ബുക്കിനകത്ത് വേണം, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സാധനത്തിനകത്ത് എനിക്ക് കണ്ടേ പറ്റും. മനസ്സിലായി? എല്ലാവരും ഇത് ചെയ്തേ പറ്റും. വേറെ വലിയ ജോലിയൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഒരുപാട് പേര് വല്ല ജോലിയും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി കൂടുതലാണ്. എനിക്ക് ഒരു ട്യൂട്ടോറിയലും കൂടെ കാണണം, അതുകൊണ്ടാണ്. പിന്നെ ട്യൂട്ടോറിയൽ 4 മില്ലിംഗ് ആൻഡ് ഗ്രൈൻഡിങ് വിത്ത് സൊല്യൂഷൻ. ട്യൂട്ടോറിയൽ 4 മില്ലിംഗ് ആൻഡ് ഗ്രൈൻഡിങ് വിത്ത് സൊല്യൂഷൻ. അതിനകത്ത് പിന്നെ തിയറി ക്വസ്റ്റ്യൻ ഉണ്ട്. ആ തിയറി ക്വസ്റ്റ്യന് ആൻസർ വേണം. സൊല്യൂഷൻ എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ 2 സാധനങ്ങൾ ഈ ആഴ്ച പ്രിപ്പയർ ചെയ്ത്, ഇപ്പം ഞാനിപ്പോൾ അടുത്ത പീരീഡ് പിന്നെ 2 തൊട്ട് 3 അല്ലെങ്കിൽ 3 തൊട്ട് 4 മണി വരെയുള്ള ക്ലാസ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. അന്നേരം അതുകൊണ്ട് നിങ്ങൾ ആ സമയം ദയവ് ചെയ്ത് ആ സമയം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഇപ്പോഴുള്ള സമയം നിങ്ങൾ ഉപയോഗിച്ച് ഈ 2 ട്യൂട്ടോറിയലും അതിനകത്ത് 1-2 തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ തിയറി ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് ആദ്യം എന്നെ കാണിക്കണം. അപ്ലോഡ് ചെയ്യാൻ ഞാൻ പിന്നെ പറയും. ഇത് അടുത്ത ക്ലാസ്സിൽ ഞാൻ റാൻഡം ആയിട്ട് ആൾക്കാരെ ഞാൻ വിളിച്ച് ചെക്ക് ചെയ്യും. ഈ 2 ട്യൂട്ടോറിയലും ചെയ്തേ പറ്റും. അത് ശനി ഞായറും. പിന്നെ ബാക്കിയുള്ള ട്യൂട്ടോറിയലെല്ലാം അടുത്ത ദിവസങ്ങളിൽ ചോദിക്കും. ഇതെല്ലാം ചെയ്തേ പറ്റും. ട്യൂട്ടോറിയലെല്ലാം ഞാൻ അയച്ചു തന്നിട്ട് നിങ്ങളിത് പിന്നെ വെറുതെ ഇത് പറ്റത്തില്ല.
ഇതിപ്പം നിങ്ങൾ ഇവിടെ വീട്ടിൽ നിങ്ങളുണ്ട്, എല്ലാവരുടെ കയ്യിലും മെറ്റീരിയൽ ഉണ്ട്, ആരുടെടുത്തും കോപ്പി അടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തമായിട്ട് തന്നെ ഇരുന്ന് എഴുതി അതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എല്ലാ പ്രോസസ്സും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസുള്ള ആൻസർ ഒക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട്. അല്ലാതെ ഞാൻ ആകെ 3-4 തിയറി ക്വസ്റ്റ്യനേ ഉള്ള അതിനകത്ത്. മനസ്സിലായോ? ഇനി ഇത് രണ്ടും ഈ ആഴ്ച ചെയ്തേ പറ്റൂ. ഈ ശനി ഞായറും ചെയ്ത് എന്നെ തിങ്കളാഴ്ച കാണിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് പിന്നെ ട്യൂട്ടോറിയലായിട്ട് ഇപ്പോഴ് 2 ട്യൂട്ടോറിയലും കൂടെ അയച്ചു തന്നിട്ടുണ്ട്. വെൽഡിങ്ങും പൗഡർ മെറ്റലർജിയുടെ ഒക്കെ ക്വസ്റ്റ്യൻ അതിനകത്തുണ്ട്. ആ ക്വസ്റ്റ്യൻസിനകത്തൂടെ എല്ലാം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ കണ്ടുപിടിക്കണം. അന്നേരം ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നേക്കുക. അന്നേരം ഇതിൽ കൂടുതൽ എന്തോ ചെയ്യണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അന്നേരം ഈ ക്വസ്റ്റ്യൻസിലെല്ലാം നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കണം. പിന്നെ അത് ആൻസർ പഠിക്കണം. കണ്ടുപിടിച്ചാൽ മാത്രം പോലെ പഠിക്കുകയും വേണം. പഠിച്ച് അത് പ്രിപ്പയർ ചെയ്യണം. അന്നേരം അത് അടുത്ത ആഴ്ചത്തെ ജോലിയാണ്. അല്ലാതെ 2 ട്യൂട്ടോറിയലും കൂടെ ഉണ്ട്, അതും അടുത്ത ആഴ്ച ചെയ്ത് കാണിക്കാം. ഇത് ചെയ്തേ പറ്റൂ. ഇനി ഒരുപാട് സാറന്മാരെ ഒരുപാട് ജോലി തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരുപാട് ജോലി ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ പിന്നെ എൻ്റെ കാര്യം കൂടെ പറയാം. അന്നേരം നമ്മുടെ സബ്ജക്റ്റിന് ഇപ്പൊ എന്നെ കേൾക്കുന്ന 10-61 വരെ ഉള്ളതിനകത്തുള്ളൂ. നമ്മുടെ ക്ലാസ് 74 പേരുണ്ട്. അന്നേരം പിന്നെ എന്നെ കേൾക്കുന്നവർ ദയവ് ചെയ്ത് ഇതിന് ഈ സബ്ജക്റ്റിന് തോക്കാൻ പറ്റത്തില്ല. ആരും തോക്കണ്ടെന്ന കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിനും വേണ്ടിയിട്ട് മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലിരിക്കുക. പ്രോബ്ലംസ് എല്ലാം തന്നേക്കുക. ഈ പ്രോബ്ലംസ് തന്നെ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾ ജയിക്കും എന്ന് ഞാൻ പറയില്ലേ. അന്നേരം അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോന്ന് വെച്ചു. ആ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാൽ തന്നെ ഇയാൾ സെമസ്റ്റർ ജയിക്കും. അത്രയെങ്കിലും ചെയ്ത് പഠിക്കണ്ടേ? അതിൽ കൂടുതൽ എന്തോ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ട്യൂട്ടോറിയൽസിൽ സാധാരണ ട്യൂട്ടോറിയൽ തന്നിട്ട് നിങ്ങൾ ചെയ്തോ എന്നും പറഞ്ഞ് തരിക ചെയ്ത് അങ്ങനെയല്ല തന്നേക്കുന്നത്. വിത്ത് ആൻസറാ തന്നേക്കുന്നത്. വിത്ത് ആൻസർ തന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരും ഇനി കോപ്പി അടിക്കാനും ബുദ്ധിമുട്ടണ്ട പിന്നെ എന്ന് വിചാരിച്ചിട്ട്. അന്നേരം എല്ലാ പേർക്കും പറഞ്ഞ എഴുത്തും വായന അറിയാവുന്ന എല്ലാവർക്കും ഇത് പിന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അന്നേരം നമ്മുടെ ക്ലാസ്സിൽ ഇത് 100% ആൾക്കാരും ഈ സബ്ജക്റ്റിന് പാസ്സായേ പറ്റും. 100% ആൾക്കാർ. നിങ്ങൾ ഈ ട്യൂട്ടോറിയലെല്ലാം പഠിച്ച് ആർക്ക് വെൽഡിങ്ങും 4th മോഡ്യൂളിൽ നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിയാൽ ആർക്ക് വെൽഡിംഗ് കൊണ്ടുള്ളൊരു കളിയാണ്. മനസ്സിലായി? ആർക്ക് വെൽഡിംഗ് പഠിച്ചാൽ തന്നെ അതിനകത്തൊരു ഫുൾ ക്വസ്റ്റ്യൻ കിട്ടും. ആർക്ക് വെൽഡിംഗ് പഠിച്ചാൽ തന്നെ നിങ്ങൾ ആർക്ക് വെൽഡിംഗ് ചെയ്തവരാ. മിക്കവാറും എല്ലാവരും ആർക്ക് വെൽഡിംഗ് ചെയ്തു. ഇനി അതിന്റെ ആർക്ക് വെൽഡിംഗ് എന്തോ പഠിക്കുക. കൺസ്യൂമബിൾ ഇലക്ട്രോഡ്, നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്, അതിന് ഡിഫറെന്റ് ടിഗും മിഗും ഇത്രയും പഠിച്ച ആ മോഡ്യൂളും കഴിഞ്ഞു. പിന്നെ എന്തിനാ ആൾക്കാർ തോക്കുന്നേ? എന്ത് ആവശ്യത്തിന് ആൾക്കാർ തോക്കുന്നേ? അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് എൻ്റെ ഒരു പേഴ്സണൽ പിന്നെ ഒരു റിക്വസ്റ്റും കൂടെ ആയിട്ട് നിങ്ങൾ എടുക്കണം. പിന്നെ റിട്ടയർ ചെയ്യുന്ന സമയത്ത് പഠിപ്പിക്കുന്ന സബ്ജക്റ്റിന് ഒരാളും തോക്കരുതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അന്നേരം അതൊരു പിന്നെ 10-30 വർഷം ഈ കോളേജ് പഠിപ്പിച്ച ഒരാളെന്നുള്ള നിലയിൽ നമ്മളൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ അതിനെ എടുക്കണം. നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഫോർത്ത് സെമസ്റ്ററിന് ഇപ്പോഴുള്ള ഫോർത്ത് സെമസ്റ്ററുകാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നല്ല കുട്ടികളെ, പക്ഷേ ഈ ഓൺലൈൻ ക്ലാസ് കൊണ്ട് എന്തെങ്കിലും പഠനം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തോ സാറിന്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഞാൻ ഈ ആൾക്കാരുടെ പല ഭാഗത്തു നിന്നൊക്കെ ഫീഡ്ബാക്ക് എടുക്കുന്ന ആളാണ്. അന്നേരം ആ വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാ. ആ ഫീഡ്ബാക്കിന് എനിക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് നിങ്ങൾ നല്ല കുട്ടികളാണ്, പക്ഷേ ഈ ഓൺലൈൻ ക്ലാസ് കൊണ്ട് നിങ്ങൾ ഒരു പ്രയോജനം വരുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൾക്കാർ പഠിക്കുന്നില്ല, ലേണിംഗ് നടക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട സാധനങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് വിരുദ്ധ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഒരു ക്ലാസ്സിൽ നമ്മൾ 10-12 പേരുടെ കാര്യമല്ലേ ഈ പറയുന്നത്. നമ്മൾ എല്ലാ ആൾക്കാരും ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇത് ചെയ്യുമ്പോഴാണ് ക്ലാസ് ഇത് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. 10-12 പേര് ഇത് ചെയ്യും, അതെനിക്കറിയാം. അവർ ചെയ്താൽ പോരാ. അല്ല, ഞാനീ പറയുന്നതിന് നിങ്ങൾക്ക് കുട്ടികൾക്ക് എൻ്റെ അടുത്ത് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ഞാനീ പറയുന്നതിന് വിരുദ്ധമായ അഭിപ്രായം ഉണ്ടെങ്കിൽ സാറ് പറയുന്നത് പോലെ അല്ല, ഞങ്ങളിത് പഠിക്കുന്നുണ്ട്, ഞങ്ങളും പിന്നെ ഇതിനകത്ത് വളരെ ആകാംക്ഷയുള്ളവരാണ്.
ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നടക്കാത്തത് കൊണ്ട് ഞങ്ങൾക്കും വിഷമമുണ്ട്. ഒരു അതിൻ്റെ പിന്നെ ഒരു ആകാംക്ഷ ഞങ്ങളുടെ മനസ്സിലുണ്ട്. എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാം. ഞാനീ പറയേണ്ടവരുടെ അടുത്തൊക്കെ ഇത് പറയും. മനസ്സിലായ കാര്യം തുറന്നു പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ ഈവൻ പിന്നെ ടീച്ചേഴ്സ് പിന്നെ നിങ്ങൾ ആവശ്യമില്ലാതെ പിന്നെ ഹരാസ് ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്നോട് പേഴ്സണലായിട്ടുണ്ടെങ്കിലും പറയാം. ഞാൻ അതിനകത്തൊക്കെ ഇടപെടും. മനസ്സിലായി. അതിനകത്ത് നമ്മളെപ്പോഴും പിന്നെ കുട്ടികളെ കസ്റ്റമറെ പോലെ ഇപ്പം കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു എ നൗ ഡേയ്സ് ഇറ്റ് ഈസ് ഈക്വലന്റ് ടു എ കസ്റ്റമർ. ഞാൻ കാണുന്നത് കാര്യം പണ്ടത്തെ കാലമല്ലത്. കുട്ടികൾ പഠിക്കാൻ വന്നെങ്കിലേ കോളേജുള്ളൂ. മനസ്സിലായി. ഇയാൾ സെലക്ട് ചെയ്യുമ്പോഴേ ഈ കോളേജിന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങളെപ്പോലുള്ളവർ സെലക്ട് ചെയ്യുമ്പോഴേ ഈ കോളേജിന് ജീവനുള്ളൂ. മനസ്സിലായി. അന്നേരം അത് സെലക്ട് ചെയ്യുന്നത് പല കാര്യം. ഇവിടെ നല്ല പ്ലേസ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ നല്ലവണ്ണം പിന്നെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പിന്നെ കാര്യങ്ങൾ നേടാൻ പറ്റും. ഈ കോളേജിൽ വന്നാൽ നമുക്കൊരു കൾച്ചർ ഉണ്ടാവും, ഒരു കൾച്ചർ ഇൻകൾക്കേറ്റ് ചെയ്യും. നമ്മുടെ ലൈഫിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കതൊരു പ്രയോജനം വരും. ഇതെല്ലാം ഈ കോളേജിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മനസ്സിലായി. ഈ കോളേജിൽ അതെല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിൻ്റെ ഉത്തമ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിങ്ങളിവിടെ പഠിച്ചതുപോലെ പിന്നെ എൻ്റെ പിന്നെ വീട്ടിലുള്ള എൻ്റെ കുഞ്ഞും ഒക്കെ ഇവിടെ വേറെ പല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുമ്പോഴും ഞാൻ പഠിപ്പിക്കാതെ ഇവിടെ തന്നെ കൊണ്ടുവച്ച് പഠിപ്പിച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സാധനം ഇൻകൾക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്. അത് തെറ്റിയിട്ടൊന്നുമില്ല. മനസ്സിലായി. അത് തെറ്റിയിട്ടൊന്നുമില്ല. അന്നേരം അതുകൊണ്ട് പിന്നെ ഞാനെടുത്ത ഡിസിഷൻ തെറ്റൊന്നുമില്ല. വേറെ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടുമ്പോഴും ഞാൻ അത് പറ്റത്തില്ല, ഇവിടെ തന്നെ പഠിപ്പിച്ചതിൻ്റെ കാര്യം ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ ഞാൻ വളരെ ആത്മാഭിമാനത്തോടു കൂടി ചെയ്തൊരു ജോലിയാണ്. അന്നേരം അത് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും നമ്മൾ അങ്ങനെ കാണും. അതുകൊണ്ട് അതിന് വിരുദ്ധ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. നമുക്ക് ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപെടും. അതായത് ഇതിനകത്ത് ഇപ്പോഴ് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നടക്കണം. ഈ പറഞ്ഞ കാര്യം നടന്നേ പറ്റും. കാര്യം എന്ന് വെച്ചാൽ 40-ന് 16 മാർക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ആരെക്കൊണ്ടും പറ്റും. നിങ്ങളൊന്ന് ആലോചിക്കൂ. ഒരു 16 മാർക്ക് മേടിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, 4th മോഡ്യൂളിൽ ആർക്ക് ബിൽഡിംഗ് കൊണ്ടുള്ളൊരു കളിയാണ്. 8 മാർക്ക് അവിടെ കിട്ടും. ഫസ്റ്റ് മോഡ്യൂൾ നോക്കൂ. കാസ്റ്റിങ്ങിന്റെ കാര്യങ്ങൾ അതിനകത്ത് ചെറിയ പ്രോബ്ലംസ് നമ്മൾ ചെയ്യിച്ചിട്ടുണ്ട്. അത് പഠിക്കാൻ എന്തോ പാട്. സെക്കൻഡ് മോഡ്യൂൾ എന്തോ പ്രശ്നം. തേർഡ് മോഡ്യൂൾ ഇപ്പം നമ്മളെല്ലാം സാധനങ്ങളെല്ലാം ആയി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, 6th മോഡ്യൂൾ അഡിറ്റീവ് മാനുഫാക്ചറിങ്ങും പൗഡർ മെറ്റലർജിയും മാത്രം പഠിച്ച എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കിട്ടും. മനസ്സിലായി. പിന്നെ എവിടെ ആൾക്കാർ തോക്കണ്ടേ? ഇത്രയും ഉഴപ്പായിട്ട് നിന്ന് മാത്രമല്ലേ തോക്കാൻ പറ്റൂ. അതുകൊണ്ട് ഒരാളും ഇതിനകത്ത് തോക്കരുത്. ഒരാളും ഇത് പറ്റത്തില്ലത്. ഈ സബ്ജക്റ്റിന്റെ കാര്യം ഇപ്പം തീരണം. മനസ്സിലായി. ഈ സെമസ്റ്ററിൽ ഇത് തീരണം. എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾ അങ്ങനെ തന്നെ നോക്കൂ, അങ്ങനെ തന്നെ ശ്രമിക്കും. നമ്മൾ എഞ്ചിനീയേഴ്സ് അല്ലേ, നമ്മൾ ടെക്നോളജി പഠിക്കുന്നവരല്ലേ, ടെക്നോളജി നാളെ ഇംപ്ലിമെന്റ് ചെയ്യുന്നവരല്ലേ. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു എഞ്ചിനീയറിംഗ് അപ്രോച്ച് വേണ്ടേ? ഒരു എഞ്ചിനീയറിംഗ് അപ്രോച്ച് നമുക്ക് വേണ്ടേ? ഏത് സബ്ജക്റ്റ് പഠിച്ചാലും ഇതിനെങ്ങനെ മാർക്ക് മേടിക്കുന്നേ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണ്ടേ? എങ്ങനെ പറ്റും? ഇതിന്റെ പിന്നെ സിലബസ് എന്താണ്? ഈ സിലബസിനെ ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? എങ്ങനെ അപ്രോച്ച് ചെയ്താൽ എനിക്ക് ഇതിനകത്ത് സക്സീഡ് ചെയ്യാൻ പറ്റും? ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കലാണല്ലോ ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞപ്പോൾ. ഇതാണല്ലോ നമ്മൾ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ. അതാണല്ലോ നമ്മുടെ എഞ്ചിനീയറിംഗ് വൈഭവം എന്ന് പറഞ്ഞാൽ. ഇതിനെ ആശ്രയിച്ചാണല്ലോ. നമുക്കൊരു പ്ലാൻ വേണം, ഒരു ചിന്ത വേണം, നമുക്കൊരു തിങ്കിങ് വേണം. ആ ചിന്തയിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ ഐഡിയാസ് ഉണ്ടാവും. ആ ഐഡിയാസ് നമ്മൾ പിന്നെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആലോചിക്കും. ആ ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് നമ്മൾ ഓരോ പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻപുട്സുകൾ വേണം. ഏത് ഇൻപുട്ട് വെച്ചാലാണ് നല്ലത്? ഒരു മാനുഫാക്ചറിങ് സിസ്റ്റം അങ്ങനെ തന്നെ. മാനുഫാക്ചർ ചെയ്യാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഏത് മാനുഫാക്ചറിങ് മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്താൽ നമ്മുടെ കമ്പനി ലാഭകരമായിട്ട് മുമ്പോട്ട് പോകും. മോസ്റ്റ് എക്കണോമിക്കലി ഹൗ വി ക്യാൻ പ്രൊഡ്യൂസ് പ്രോഡക്ട്സ്. ഇങ്ങനെ നമ്മുടെ കമ്പനി സർവൈവ് ചെയ്യത്തുള്ളൂ. പഠിക്കുന്നത് ഞാൻ തന്നെ. ഒരു എഞ്ചിനീയർ അയാളുടെ ലൈഫ് ത്രൂ ഔട്ട് ഇത് തന്നെ ആയിരിക്കണം അപ്രോച്ച്. ചിന്തിക്കണം, കാര്യങ്ങൾ പഠിക്കണം, ഇൻപുട്ട് എടുക്കണം, പഠിക്കണം, ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, പ്ലാൻ ഉണ്ടാക്കണം, പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യണം. പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. പ്രാക്ടിക്കലി വയബിൾ ആയിട്ടുള്ള പ്ലാനേ നമ്മൾ ചെയ്യാവൂ. മണ്ടത്തരങ്ങൾ നമ്മൾ കാണിക്കരുത്. പരമാവധി നമ്മൾ ചിലപ്പോൾ ചെയ്തു പോകും, പക്ഷേ
പ്രാക്ടിക്കലി വയബിൾ ആവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അതൊക്കെ പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കുന്നു. പ്രാക്ടിക്കലി വയബിൾ ആവും. നിങ്ങൾ മിടുക്ക് കാണിച്ചോ, മിനിമം ടൈം കൊണ്ട് നിങ്ങൾ മാക്സിമം നേടിക്കോ. നോ 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 പ്രോബ്ലം ഫോർ ദാറ്റ്. മിനിമം സമയം കൊണ്ട് മാക്സിമം നിങ്ങൾ മാർക്ക് മേടിക്കൂ. അതാണ് ഒരാളിന്റെ ഏറ്റവും വലിയ മിടുക്കെന്ന് പറയുന്നത്. നമ്മൾ മിനിമം ടൈം കൊണ്ട് കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കുക. മനസ്സിലായി? അതിന് നമുക്ക് വേണ്ടുന്നത് ഒരൊറ്റ സാധനം മതി, ഒരൊറ്റ സാധനം, ആത്മാർത്ഥത മാത്രം. നമ്മൾ ജെന്യുവൻ ആയിരിക്കണം. ആത്മാർത്ഥത വേണം നമുക്ക്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് ആത്മാർത്ഥത വേണം. ആത്മാർത്ഥത ഉണ്ടായാൽ നമ്മൾ വി ക്യാൻ മേക്ക് വണ്ടേഴ്സ്. അല്ല ആർക്കെങ്കിലും വേണ്ടിയുള്ള സാധനമല്ല, ഇത് നമുക്ക് വേണ്ടിയിട്ട്. നിങ്ങളത് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ 2 സാധനങ്ങൾ അടുത്ത തിങ്കളാഴ്ച എനിക്ക് വേണം. ഇത് ഞാൻ നിങ്ങൾ കൊച്ചു പിള്ളേരാണ്, നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുക. അല്ലെ ചിലപ്പോൾ നിങ്ങൾ ചെയ്യത്തില്ല എന്നുള്ളത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ ഇൻസിസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾ ചെയ്ത് കാണിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് പറയൂ. എനിക്ക് കൂടുതൽ ഇതിന് ഞാൻ എൻ്റെ കാര്യം ഞാൻ എൻ്റെ ആവശ്യം മുന്നോട്ട് വെച്ചു. സാറേ ഇത് ഈ ശനി ഞായർ കൊണ്ട് ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലിയുണ്ട്, അതുകൊണ്ട് ഇത് നടക്കത്തില്ല എന്നും വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ആർക്കും പറയാം. ഇതിനകത്ത് പറയുന്നതിനൊന്നും അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്നതിന് ഞാൻ അന്നേരം ആരെങ്കിലും മാർക്ക് കട്ട് ചെയ്യോ അല്ലെങ്കിൽ സാറിന് എന്ത് തോന്നും, അങ്ങനൊന്നുമില്ല. ആർക്കും അങ്ങനെ ഒന്നും തോന്നണ്ട. നമ്മൾ വർത്തമാനം പറയുക തീർക്കുക എന്നുള്ളത്, അല്ലാതെ അതൊന്നും വെച്ചിട്ട് ആരോടും ഒരു വിരോധവും നമ്മൾ കാണിക്കാറില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. നിങ്ങളുടെ മൗനമാണ് ഇതിന് മൗനം സമ്മതമാണെങ്കിൽ പ്ലീസ് ഗീവ് യുവർ അറ്റൻഡൻസ്. ഒരു മിനിറ്റ്. അപ്പൊ അതിന്റെ അപ്പുറത്ത് ഒരു ലാബിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ്, ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് ഫ്ലൂയിഡ് ഡൈനാമിക്സ് ലാബാണ്. അവിടെ ഈ വർഷം കിട്ടിയിരിക്കുന്ന കഴിഞ്ഞ ഇത്രയും വർഷം കിട്ടിയിരിക്കുന്ന പ്രോജക്റ്റാണ്. KSCSTയുടെ 26 ലക്ഷം, സെർഡിന്റെ 15 ലക്ഷം, ഫിസ്റ്റിന്റെ 21 ലക്ഷം, AICT RPS 24 ലക്ഷം. ഇത് ഇഫോസ് എന്താന്ന് പറഞ്ഞിടാ 14 ലക്ഷം, AICT RPS വീണ്ടും 21 ലക്ഷം. നമ്മുടെ ഫിസ്റ്റ് ഉണ്ടേ 21, ഇതെന്തോ ANS, ഇതെന്തോ കൊറിയൻ സാധനം വേണ്ട 45 ലക്ഷം. എല്ലാം കൂടെ 2.25 കോടി. ഇവിടെ പറയുക കോളേജ് മൊത്തത്തിൽ 2.25 കോടിയുടെ പ്രോജക്ട്. അത് ഒരു സിംഗിൾ ബോർഡായിരുന്നു. ഇനി അവർക്കുള്ള ഏത് ലാബിലത് ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആൻഡ് നാനോ സെർച്ചിലാണ് ഞാൻ കൂട്ടിയിട്ട് 2.70 ലക്ഷം. ഇത് തുടങ്ങിയത് പുരാതനാമത്തൊന്നുമല്ല, 14 തൊട്ട് എല്ലാ വർഷവും ഉണ്ട്. 14, 15, 18, 18, 22, 24. എത്ര PhD, എത്ര റിസർച്ച് കിട്ടിയിട്ട് പിന്നെ ഇന്റർണലി എക്സ്പെരിമെന്റ് ചെയ്തു. അതിന്റെ താഴെ ഇന്റർണലി എക്സ്പെരിമെന്റ് ചെയ്തു. അതാണ് 19 ലക്ഷം രൂപ ബിടെക്കിലെ അല്ല ഒരു സാറ് എന്നോട് CETയിലെ റിസർച്ചിന്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയുകയാണ്. അന്നേരം നമുക്ക് അതോ പറ്റുന്നില്ല. നമുക്ക് ആ ഒരു അത്രയും റിസർച്ച് നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ കുട്ടികൾ ജയിച്ച് നല്ല ജോലികളും കിട്ടുന്നുണ്ട്. അന്നേരം ഞാനീ പറഞ്ഞതിന് ഒബ്ജക്ഷൻ ഇല്ലെന്ന് ഞാൻ കരുതുന്നു. പാർത്ഥിവേ, ഇവിടെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോ ഈ ആഴ്ച? ഇല്ല സർ. അന്നേരം ഇത് ചെയ്തേ പറ്റൂ. ഇത് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ആർക്ക് വെൽഡിങ് കൂടെ അങ്ങ് പഠിക്കണം. പടമൊക്കെ വരച്ച് കൺസ്യൂമബിൾ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡൊക്കെ വെച്ചിട്ടുള്ള ടിഗും ബിഗും അത്രയും കൂടെ അങ്ങ് പഠിക്കണം. നല്ല മാർക്ക് കിട്ടും നിങ്ങൾക്ക്. അന്നേരം അതുകൊണ്ട് നിങ്ങൾ അത് അത്രയും ചെയ്യണം ഈ ആഴ്ച, ഈ ശനി ഞായറോ ചെയ്യണം. നമ്പർ 1 Sir, 1%. Sir, 2%. 3%. 4%. 5%. 6%. 9%, sir. 10%. Sir, 11%.
12%. 13%, sir. 15%. 16%. 17. 18. 19%, sir. 21%. Sir, 20%. എന്തോ മൈക്ക് ഇഷ്യൂ ആണ്. 21%. 20%. 22. 23%, sir. 3. 25. 27. Sir, 26%. 28%. 27. 29%, sir. 30%, sir. 21%. 32%, sir. 33%, sir. 34. 35%, sir. 36%, sir. 37. 38%, sir. 39. 40%, sir. 41. 42. 43. 44. 45. 46. 47. 48. 49. 50. 51. 52. 53. 54. 55%, sir. 57. 58. 59. 60. 61. 52. 63. 64. 65. 66. 67. 68. 69. 70. 71. 72. 73. 24.